ഇന്നലത്തെ BB ബോട്ടിൽ ഫാക്ടറി ടാസ്കിനെ പറ്റിയിട്ടാണ്. പൊതുവേ ഈ സീസണിലുള്ള ആൾക്കാർ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവർക്ക് വ്യക്തിവൈരാഗ്യം തീർക്കാനും പക വീട്ടാനും ഉള്ള ഒരു അവസരമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ടാസ്കും അവർ ചെയ്തിട്ടുള്ളത്. മാക്സിമം എല്ലാവരും കൂടെ കഴിയുന്നത്ര നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അത് തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഇന്നലത്തെ ടാസ്കിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ് ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർമാരായിട്ടുള്ള ജിഷിനും അതേപോലെ തന്നെ അനുമോൾക്കും ഇവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്. അതായത് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഉടമകളായിട്ടുള്ള നെവിനും അനീഷും കൊടുക്കുന്ന സാമ്പിൾ ബോട്ടിലിൻ്റെ അതേ വൃത്തിയിലും മണത്തിലും ടേസ്റ്റിലും ഫില്ലിംഗ് ലെവലിലുമാണോ മറ്റു ബോട്ടിലുകൾ ഉള്ളത്. ഇതാണ് ഇവർ നോക്കേണ്ടത്. ഇതാണ് ഇവർക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള മാനദണ്ഡം എന്നുള്ളത് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം ഇന്നലെ ഇവർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ അനുമോളാണെങ്കിൽ ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഏജൻറ്റുമാർ ബോട്ടിൽ കളക്ട് ചെയ്യുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് അത് ബോട്ടിൽ ചളുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ കഴുകിയിട്ടുള്ളത് ശരിയല്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടല്ല ഇവർ ബോട്ടിൽ ഉണക്കാനും മറ്റേ തുടയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അകത്തുനിന്ന് ടവലൊക്കെ എടുത്തിട്ടാണ് അത് തുടച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുമോൾ പറയുന്നുണ്ട് ഒന്നും സ്വീകരിക്കത്തില്ല, എല്ലാം റിജക്റ്റ് ആണ് എന്നുള്ളത്. ഒന്നാമത് അത് നോക്കേണ്ടത് അനുമോളുടെ ഡ്യൂട്ടി അല്ല, അല്ലെങ്കിൽ ജിഷിൻ്റെ ഡ്യൂട്ടി അല്ല. അത് ചെയ്യേണ്ടത് ഈ ഉടമകളായിട്ടുള്ള അനീഷും നെവിനുമാണ്. അവരാണ് ബോട്ടിലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ബോട്ടിൽ എടുക്കുന്നത്. അനുമോളും അതേപോലെ ജിഷിനും ചെയ്യേണ്ടത് എന്താണ്, ഈ ഉടമകൾ കൊടുക്കുന്ന സാമ്പിൾ ബോട്ടിലിൻ്റെ അതേ വൃത്തി മറ്റു ബോട്ടിലുകൾക്കുണ്ടോ, സാമ്പിൾ ബോട്ടിലിൽ നിറച്ചിരിക്കുന്ന ജ്യൂസിൻ്റെ അതേ അളവിലാണോ മറ്റു ബോട്ടിലുകൾ ഉള്ളത്, സാമ്പിൾ ബോട്ടിലിൽ നിറച്ചിരിക്കുന്ന ജ്യൂസിൻ്റെ അതേ ടേസ്റ്റിലും മണത്തിലുമാണോ മറ്റു ബോട്ടിലുകൾ ഉള്ളത്. ഇതാണ് നോക്കേണ്ടത്. പകരം ഇവിടെ അനുമോൾ ചെയ്യുന്നത് ഓരോ ബോട്ടിലും എടുത്ത് അതിൻ്റെ മുക്കും മൂലയും നോക്കി കുത്തും കോമയും നോക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബോട്ടിലിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പം അങ്ങനെ റിജക്റ്റ് ചെയ്യാനാണെങ്കിൽ ഒന്നും എടുക്കാൻ കഴിയില്ല, എല്ലാം റിജക്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. പക്ഷേ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിവർ വായിച്ചു നോക്കിയിട്ടും ഇല്ല. എന്നാൽ അതനുസരിച്ചിട്ടല്ല ഇവർ പ്രവർത്തിക്കുന്നതും. അത് ഇന്നലത്തെ രണ്ടാമത്തെ റൗണ്ടിലും ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർമാരായിട്ടുള്ള ജിഷിനും അനുമോൾക്കും ഒരേ തീരുമാനത്തിലെത്താൻ കഴിയാതിരുന്നപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ ടാസ്ക് ലെറ്റർ ഒന്നും കൂടെ വായിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതിൻ്റെ മാനദണ്ഡങ്ങളെന്ന് ഒന്നും കൂടെ നോക്കാൻ പറയുന്നുണ്ട്. കാരണം അതനുസരിച്ചിട്ടല്ല ഇവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം എല്ലാ ബോട്ടിലും വരുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് റിജക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വലിയ ഗെയിമുണ്ട്, അത് വലിയ സൂപ്പർ ഗെയിം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അനുമോൾ ചെയ്യുന്നത് എക്സാക്റ്റ് ഇപ്പോൾ ഒരു ക്വാളിറ്റി ചെക്കറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശവും ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ റിജക്റ്റ് ചെയ്യാണ്. പക്ഷേ ഇതൊരു ടാസ്ക്കാണ്. ആ ടാസ്കിന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഇവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ എല്ലാം റിജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ടാസ്കിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, പിന്നെ അവിടെ നിന്ന് ഒരു അടി മാറ്റമില്ല, എല്ലാം റിജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം റിജക്റ്റ്, പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ടാസ്ക് ലെറ്ററിൽ എന്തോ പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അത് വലിയ സൂപ്പർ ഗെയിമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനായിട്ട് കഴിയില്ല എന്തായാലും. മാത്രമല്ല ഈ അനുമോളെ ആദില, നൂറ, അഭിലാഷ്, ഓണിയിൽ ഇവർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ വന്നിട്ട് ആർക്കും കൊടുക്കരുത്, നീ എടുത്ത തീരുമാനമാണ് ശരി, അതിൽ തന്നെ നീ ഉറച്ചു നിൽക്കുമെന്ന് പറയുകയും അനുമോൾ അത് തന്നെ അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആ തീരുമാനത്തിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് ലെറ്റർ ഒന്ന് വായിച്ചു നോക്കാനോ ഒന്നും അനുമോൾ അവിടെ ഇട്ട് തയ്യാറാവുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ടാസ്ക് പൊളിഞ്ഞതിൽ അല്ലെങ്കിൽ ഈ ടാസ്ക് ലെറ്റർ മനസ്സിലാക്കാതെ ഗെയിം കളിച്ചതിൽ ഒന്ന് അനുമോളും അതേപോലെ തന്നെ ജിഷിനുമാണ് എന്നുള്ളതാണ്. കാരണം അവർ തമ്മിലാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഈ ടാസ്ക് കൊളാക്കാനായിട്ടുള്ള ഒന്നാമത്തേത്. രണ്ടാമത് ഏജൻറ്റുമാർ. ഇനിയിപ്പോൾ ഈ അനീഷ് ചെയ്തിട്ടുള്ള ഇന്നലെ ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ദേഷ്യപ്രകടനമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇവരുടെ അടുത്ത് അനുമോളുടെ അടുത്തും ജിഷിൻ്റെ അടുത്തും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവർ ഈ രണ്ട് ഉടമകളുടെയും ബോട്ടിൽ അനുമോൾ ആദ്യം തന്നെ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജിഷിൻ പറയുന്നു, ഞാൻ അങ്ങനെ മുഴുവൻ റിജക്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ റീചെക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് പറയുന്നു. അനുമോൾ പറയുന്നു, ഞാൻ തയ്യാറല്ല, ഞാൻ മൊത്തം റിജക്റ്റ് ചെയ്യുകയാണ്, അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അനുമോൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പം ജിഷിൻ എന്ത് ചെയ്യുന്നു, ഞാൻ റീചെക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ജിഷിൻ റീചെക്ക് ചെയ്യുന്ന സമയത്ത് അനുമോൾ വന്നിട്ട് നെവിൻ്റെ ഒരു ഓറഞ്ച് ബോട്ടിൽ ജ്യൂസ് എടുത്ത് കമിഴ്ത്തി കളയുന്നു. അത് ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് അനുമോൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അത് ഈ പറയുന്ന റൂൾ ബുക്കിൽ അതുണ്ട്. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ റിജക്റ്റ് ചെയ്യുന്ന ബോട്ടിലെ ജ്യൂസ് ഒഴിച്ച് കളഞ്ഞിട്ട് എംറ്റി ബോട്ടിലാക്കിയിട്ടാണ് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കേണ്ടത്. അത് ഈ റൂൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അനുമോൾ അതെടുത്ത് ഒഴിച്ച് കളയുന്നത് കണ്ടപ്പോൾ അക്ബർ
ആദില, നൂറ, നെവിൻ വേറൊരു ഉടമയാണ്. ആ നെവിൻ ഉൾപ്പെടെ വന്നിട്ട് അനീഷിന്റെ സകല ബോട്ടിലും എടുത്ത് നശിപ്പിച്ച് കളയുകയാണ്. അപ്പോഴും അനീഷ് ഈ ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ ജ്യൂസ് ഇവിടെ കൊണ്ട് വെച്ചത്, എന്നിട്ടും എൻ്റെ ബോട്ടിലെല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. എനിക്ക് തന്ന ഏജന്റുമാരോട് ഞാൻ എന്ത് പറയും, ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ടാസ്കിൽ നിന്ന് ജിഷിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഇത് ഇപ്പം പെട്ടെന്ന് പറഞ്ഞു തീരുമെന്നുണ്ടെങ്കിലും ഇന്നലെ അനീഷ് കാണിച്ചിട്ടുള്ളൊരു ക്ഷമയും കൂടെ അവിടെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അവസാനം ജിഷിൻ ഒരു തീരുമാനം പറയുകയാണ്, ഇവിടെയുള്ള ബോട്ടിലിൻ്റെ അടിസ്ഥാനത്തിൽ നെവിൻ 5ഉം അനീഷിന് 4ഉം കൊടുക്കാമെന്ന് പറയുന്നു. അത് വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം വേറൊരു ഉടമയായിട്ടുള്ള നെവിൻ ഉൾപ്പെടെയാണ് അനീഷിൻ്റെ ബോട്ടിലുകളെല്ലാം കൂടെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള അവിടെ ബോട്ടിലിൻ്റെ അടിസ്ഥാനത്തിൽ നെവിന് കൂടുതലും അനീഷിന് കുറവും കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് അനീഷ് സമ്മതിക്കുന്നില്ല. അത് അൺഫെയർ ആയിട്ട് അനീഷിന് തോന്നുന്നു. അവിടെ ഇരിക്കുന്ന ബോട്ടിലുകളൊക്കെ അനീഷ് വലിച്ചെറിയുന്നുണ്ട്. അപ്പം ഇന്നലെ അത്രത്തോളം ക്ഷമേൻ്റെ നെല്ലിപ്പല കണ്ടതിന് ശേഷമാണ് അനീഷ് അങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ അനീഷ് ചെയ്തതിനോട് വലിയ എതിർപ്പ് തോന്നിയിട്ടില്ല, ഒരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എന്നാൽ ഇന്ന് അനീഷ് അതേപോലെ തന്നെ അവിടെ ഈ ബോട്ടിലുകളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അതിപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും ഇതിപ്പോൾ ബിഗ് ബോസ് ആണ്, ഏത് തരത്തിലുള്ള പ്രകോപനം ആരുണ്ടാക്കിയാലും അതിനോ ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുക, സാധനങ്ങൾ ചെയ്യുക എന്നുള്ളത് ശരിയല്ല. പക്ഷേ ഇന്നലെ അനീഷിന് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ തന്നെ കാര്യം അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ആക്ട് വരുന്നത്. അപ്പം മാത്രമല്ല ഇന്നലെ ഫുൾ ലൈവ് കണ്ടവർക്കറിയാം അത്രത്തോളം നിന്ന് ക്ഷമിച്ചിപ്പം ആദിലെയൊക്കെ അങ്ങേയറ്റം ഇറിറ്റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റമായിരുന്നു ആദിലെയൊക്കെ. അപ്പോൾ അത്രയും വെറുപ്പിച്ചതിന് ശേഷവും അനീഷിൻ്റെ ബോട്ടിലുകൾ എല്ലാം തന്നെ ഈ ഏജൻറ്റുമാരുൾപ്പെടെ മറ്റൊരു ഉടമയായിട്ടുള്ള നെവിൻ ഉൾപ്പെടെ എല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടും അനീഷ് അവിടെ നിന്ന് മര്യാദയ്ക്ക് വളരെ ബഹുമാനത്തോടെ ഈ ജിഷിൻ്റെ അടുത്ത് സംസാരിച്ച് നിന്നതിന് ശേഷം അൺഫെയർ ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ജിഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോഴും അനുമോൾ അവിടെ സമ്മതിക്കുന്നില്ല. അനുമോൾ പറയുന്നത് എല്ലാം റിജക്റ്റ് ആണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവർ ബിഗ് ബോസിൻ്റെ അടുത്തും പറയുന്നത്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് റദ്ദാക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിലും ഇവർക്ക് തമ്മിലൊരു യോജിപ്പും ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ റൗണ്ടും റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഏജൻറ്റുമാരും ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർമാരും എല്ലാവരും കൂടെ ടാസ്കിനെ കൊളാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ വ്യക്തിവൈരാഗ്യം തീർക്കാം, എങ്ങനെ ഒരാളോടുള്ള പക വീട്ടാം എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അതുതന്നെയാണ് എല്ലാ ടാസ്കിലും അവർ തുടർന്നു വരുന്നത്. ഇന്നും ഈ ടാസ്കിലും അങ്ങനെ തന്നെയാണ് അവർ തുടരുന്നത്. ഇപ്പോൾ ഈ സീസൺ അവസാനിക്കുന്നത് വരെ ഏത് ടാസ്ക് കൊടുത്താലും ഇവരിങ്ങനെയൊക്കെ തന്നെ ഗെയിം കളിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനായിട്ടുള്ളൊരു കാര്യം, 50 ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ PR-കളുടെ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ PR-കളുടെ അതിപ്രസരവും ഡീഗ്രേഡിങ്ങും വലിയ രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ഈ 50 ദിവസവും ഇത് തന്നെയായിരിക്കും തുടരുക എന്നുള്ളതാണ് തോന്നുന്നത്.